നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായി എഴുതിയ സുവിശേഷ 7-ാം അധ്യായത്തിന്റെ 13ഉം 14ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിൽ കൂടെ കടക്കുന്നവർ അനേകരാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ആത്മരക്ഷയ്ക്ക് ഇടുക്കുവാതിലാണുള്ളത് എന്ന് യേശു പറഞ്ഞതിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഒറ്റയ്ക്കൊറ്റയ്ക്ക് മാത്രമേ രക്ഷിക്കപ്പെടാൻ കഴിയൂ എന്നാണ്. രക്ഷ വ്യക്തിപരമാണ്. ഓരോരുത്തൻ മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു പത്രോസിന്റെ പെന്തക്കോസ്ത് നാളിലെ പ്രസംഗം. അപ്പോസ്തലപ്രവൃത്തി 2:38 അതുണ്ട്. ദൈവം ഓരോരുത്തനെ അവനവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിപ്പിക്കുന്നു എന്ന് പിന്നീട് പത്രോസ് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് കൂട്ടങ്ങളെ അല്ല രക്ഷിക്കുന്നത്, മാസ് കൺവേർഷൻ അല്ല വേണ്ടത്, വ്യക്തികളെയാണ്. കുടുംബങ്ങളിൽ പോലും ദൈവം ആളുകളെ രക്ഷിക്കുന്നത് ഓരോരുത്തൻ വിശ്വാസം ഏറ്റുപറയുമ്പോഴാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ വീട്ടുകാർ അവന് ശത്രുക്കളാകും എന്ന് യേശു പറഞ്ഞത്. റോമിലെ സഭയിലെ നർക്കിസോസിന്റെ ഭവനക്കാരിൽ കർത്താവിൽ വിശ്വസിച്ചവർക്ക് വന്ദനം ചെയ്യുവീൻ എന്ന് പൗലൂസ് എഴുതി. റോമർ 16:11 എന്ന് പറഞ്ഞാൽ ആ ഭവനത്തിൽ വിശ്വസിക്കാത്തവരും ഉണ്ടായിരുന്നു. യേശു 30 വർഷം വരെ വളർന്ന വീട്ടിൽ യേശുവിൻ്റെ സഹോദരന്മാർ യാക്കോബ്, ശീമോൻ, യോസെ, യൂദ, അവർ യേശുവിനെ വിശ്വസിച്ചില്ലെന്നാണ്. പവിത്രമായി യേശു ജീവിച്ചു. അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് ജീവിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ മശിഹയാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണിത് എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. പിന്നീട് യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്തു. വെള്ളത്തെ വീഞ്ഞാക്കി. അത് നസറത്തിലെ അവരുടെ വീടിന് അടുത്ത കാനാവിലായിരുന്നു. പിന്നീട് തൻ്റെ അടുക്ക് വന്ന രോഗികൾക്കെല്ലാം സൗഖ്യം നൽകി. പക്ഷേ ഈ യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാരും ചാർച്ചക്കാരും ഒക്കെ വിചാരിച്ചത് ഏതോ ഭൂതബാധ അവനുണ്ട്, അതാണെന്നാണ്. ഭൂതങ്ങളുടെ തലവനെ കൊണ്ടവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പോലും ആളുകൾ പറഞ്ഞിരുന്നു. അതിനൊക്കെ ഈ യേശുവിൻ്റെ സഹോദരന്മാർ കൂട്ടായിരുന്നു. അപ്പോൾ യേശു വളർന്ന വീട്ടിലെ യേശുവിനോട് സഹവസിച്ച സഹോദരങ്ങൾക്ക്, അനിയന്മാർക്ക് യേശുവിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. കാരണം ആത്മരക്ഷ എന്ന് പറഞ്ഞ ഇടുക്കുവാതിലൂടെ കടക്കുന്ന കാര്യമാണ്. ഓരോരുത്തൻ മാനസാന്തരപ്പെടുന്ന ആവശ്യബോധത്തോടുകൂടെ, കുറ്റബോധത്തോടുകൂടെ യേശു ഒരുക്കിയ ആത്മരക്ഷയെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് വ്യക്തിപരമായി സ്നാനപ്പെട്ട് സഭയോട് ചേരാനായിട്ട് സാധിക്കണം. ഇടുക്കുവാതിൽ എന്നതിൻ്റെ മറ്റൊരർത്ഥം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് എളുപ്പമല്ലെന്നുള്ളതാണ്. കാരണം ലാഭകരമായ പലതും ത്യജിക്കണം, ആസ്വാദ്യകരമായ പല പാപങ്ങളും ഉപേക്ഷിക്കണം, പല ധനസമ്പാദന മാർഗങ്ങളും ഉപേക്ഷിക്കണം, എന്നിട്ട് കഷ്ടങ്ങളും ഉപദ്രവങ്ങളും സ്വാഗതം ചെയ്യണം. അതുകൊണ്ട് ഈ ഇടുക്കുവാതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. നോഹയുടെ കാലത്ത് 8 പേർ മാത്രമാണ് രക്ഷിക്കപ്പെട്ടത്. ചെറിയ യേശു പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെയാകും മനുഷ്യപുത്രന്റെ കാലവും എന്ന്. നോഹ കുറെ വർഷങ്ങൾ, 10 വർഷത്തോളം നോഹ പ്രസംഗിച്ചു കാണും. നമുക്കറിയാം, കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം പെന്തക്കോസ്ത് നാൾ മുതൽ യേശുവിനെ കുറിച്ച് ദൈവം മനുഷ്യാവതാരം ചെയ്തതാണ് യേശു. ആത്മരക്ഷയ്ക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു, നമ്മുടെ നരകം അനുഭവിച്ചു. ആ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ പാപമോചനം ഉണ്ടാകും, സ്വർഗം ലഭിക്കും എന്നുള്ള സുവിശേഷം സകല മാധ്യമങ്ങളിലൂടെയും അറിയിക്കപ്പെടുന്നു. പക്ഷേ മാനസാന്തരപ്പെടുന്നവർ ചുരുക്കമാണ്. കാരണം ഇത് ഇടുക്ക് വാതിലാണ്. ഒരുപാട് പരിഹാസവും നിന്ദയും അനുഭവിച്ചേ തീരൂ. ചിലപ്പം മതക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ കൊന്നുകളയാനും സാധ്യത ഉണ്ട്. യേശു പറഞ്ഞല്ലോ, വീട്ടുകാർ പോലും ശത്രുക്കളാവുമെന്ന്. അതുകൊണ്ട് ഭീരുക്കളായ ആളുകൾ കർത്താവിനെ കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ധീരകളായ ആളുകളാണ് യേശുവിനെ കൈക്കൊണ്ട് സ്നാനപ്പെടുവാൻ തയ്യാറാകുന്നത്. മറിച്ച് പറയുകയാണ്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ അത് വീതിയുള്ളതാണ്, അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. ശരിയാണ്. മിക്ക മതങ്ങളിലും
ഏത് പാപവും ചെയ്യാം. കള്ളു കുടിക്കാം, അതായത് മദ്യം കഴിക്കാം. മദ്യം കഴിക്കുന്ന ആളുകളെ മുടക്കുമെന്ന് പല മതങ്ങളുടെയും അതൊക്കെ എഴുതി വച്ചിട്ടില്ല. കാരണം നേതാക്കന്മാർ പോലും മദ്യം കഴിക്കുന്നവരാണ്. അതുപോലെ ഒരാൾ കൊലപാതകം ചെയ്തു, അല്ലെങ്കിൽ മോഷ്ടിച്ചു, അവനെ വ്യഭിചാരം ചെയ്തു, ബലാത്സംഗം ചെയ്തു, അങ്ങനെയുള്ളവരൊന്നും മതത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു ചരിത്രമില്ല. കാരണം അത് മനുഷ്യരാണ്, മനുഷ്യരായി അങ്ങനെയൊക്കെ കുറ്റവും കുറവും ഒക്കെ ഉണ്ട്. ഇതാണ് അവർ പറയുന്നത്. എങ്ങനെയും ജീവിക്കാം, അവിടെ മെമ്പർഷിപ്പ് ഉണ്ടായാൽ മതി. അതുകൊണ്ട് ഈ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ്. അതിൽ കൂടെ പോകുന്നവർ അനേകരാണ്. എന്നാൽ ജീവങ്കിലേക്കുള്ള വാതിൽ, പ്രിയപ്പെട്ടവരെ, യേശുവിനെ കൈക്കൊണ്ടാൽ നമുക്ക് ജീവൻ കിട്ടുകയാണ്. യേശു പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ ജീവന്റെ വാതിലാണ്, ഞാൻ ജീവനിലേക്കുള്ള വഴിയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം? ആദാമിനോട് പറഞ്ഞ് ഈ പഴം തിന്നുന്ന നാളിൽ മരിക്കും. ആദാം ആത്മീയമായി മരിച്ചു. ആദാമിൻ്റെ സന്തതി പരമ്പരകൾ സംസാരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാണെങ്കിലും ആത്മീയമായി മരിച്ചവരാണ് അവർ. ദൈവിക ജീവനുള്ളവരാണ്. ദൈവിക ജീവൻ നമുക്ക് തരാനാണ് യേശു കുരിശിൽ തൻ്റെ ജീവനായ പരിശുദ്ധ രക്തം ഊറ്റി തന്നത്. ആ യേശു എൻ്റെ നരകം അനുഭവിച്ചു എന്ന് വിശ്വസിച്ച് യേശുവിനെ ആശ്രയിക്കുന്ന ആളുകൾക്ക് ഒറ്റ നിമിഷം കൊണ്ട് നിത്യജീവൻ കിട്ടുകയാണ്. പർദീസയുടെ അവകാശം അവർക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പം ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ്. എങ്കിലും യേശുവിനെ കൈക്കൊള്ളാൻ ധൈര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അനുഗ്രഹം വളരെ വലിയതാണ്. കർത്താവിനെ കൈക്കൊള്ളാൻ നമ്മിൽ പലർക്കും ഭാഗ്യമുണ്ടായി. ഈ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കൈക്കൊണ്ട് ഈ ത്യാഗത്തിൻ്റെയും ഈ സഹനത്തിൻ്റെയും ഈ നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും മാർഗം കൈക്കൊണ്ടിട്ടില്ല എങ്കിൽ ഈ ഇടുക്കുവാതിലേക്ക് വരുവാൻ, ഈ ഞെരുക്കമുള്ള ഈ വഴിയിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി തരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.